പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരും. കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ വൈകുന്നേരം 3 മണിക്കാണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. പുനഃസംഘടനാ വിഷയം യോഗത്തിൽ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ തുടർ പ്രതിഷേധ പരിപാടികളും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനിക്കും. പാലക്കാട് പൊതുപരിപാടികളിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. കെഎസ്ആർടിസി ബസ് സർവീസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഹുലിനെ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ നിലപാടെടുത്തിരിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ പരിപാടിക്കെത്തിയത്. കാര്യമായ പ്രചാരം നൽകാതെയാണ് ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമങ്ങളെ ഉൾപ്പെടെ വിവരം അറിയിച്ചിരുന്നില്ല. സി.വി. അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞത് ബിജെപിയാണ്. പൊതുപരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐ ആണ്. ആ നിലപാട് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഇവരൊക്കെ ഇത്തരത്തിൽ വെല്ലുവിളികൾ നടത്തുമ്പോൾ പോലും പാലക്കാട്ടെ പൊതുപരിപാടിയിൽ എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും പാലക്കാട് സജീവമാകാൻ തന്നെയാണ് എംഎൽഎയുടെ തീരുമാനം, അല്ലേ? ഭവ്യ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ മറികടന്ന് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി 8:00-ഓടെയാണ് സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഉള്ള പുതിയ ബസ്സിന്റെ, നിലവിൽ ഓടിയിരുന്ന ബസ്സിന്റെ റീപ്ലേസ്മെന്റ് ആണ് എന്നാണ് കെഎസ്ആർടിസി പറയുന്നത്. എസി ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. 10 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. ആശംസകൾ അർപ്പിച്ച് പച്ചക്കൊടി വീശി ഫ്ളാഗ് ഓഫ് ചെയ്ത് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഇതിൽ കെഎസ്ആർടിസി പറയുന്നത് ഇത്തരത്തിൽ പുതിയ ബസ്സുകൾ സ്ഥലം എംഎൽഎ അറിയിക്കുക എന്നുള്ളതൊരു ശൈലിയുണ്ട്, ചട്ടമുണ്ട്, അല്ലെങ്കിൽ രീതിയുണ്ട്. അപ്രകാരം അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം എത്തുമെന്ന് ഏറ്റവും അവസാന നിമിഷമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മറ്റു തരത്തിൽ വലിയ ചടങ്ങുകളായിട്ടോ മാധ്യമങ്ങൾ അറിയിക്കുന്ന രീതിയിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു വിവാദങ്ങൾക്കിടെ രാഹുൽ ആദ്യമായി ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു, അത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കെഎസ്ആർടിസിയിലെ BMS യുടെയോ CITI യുടെയോ ഇത് അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലുമാണ് കെഎസ്ആർടിസിയുടെ ഭാഗത്തും ലഭ്യമാകുന്നത്. അതാണ് അനുമോദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. കെഎസ്ആർടിസിയുടെ ഫ്ളാഗ് ഓഫ് ആണ്. അതിലാണ് പാലക്കാട് എംഎൽഎ എത്തില്ല, അല്ലെങ്കിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുമ്പോൾ തന്നെയാണ് അതേ മണ്ഡലത്തിലെ ഒരു കെഎസ്ആർടിസി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ എംഎൽഎ എത്തുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞില്ലേ ഡിവൈഎഫ്ഐ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒപ്പം എന്തുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല, മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നതായിട്ടുള്ള അറിയിപ്പുകളോ മുൻകൂട്ടി എവിടെയും ഉണ്ടായിരുന്നില്ല. ഇത് തികച്ചും കെഎസ്ആർടിസിയുടെ ഒരു നിലവിലുണ്ടായിരുന്ന സർവീസിന് പകരം പുതിയ ബസ് വന്നപ്പോൾ അതിന്റെ ഫ്ളാഗ് ഓഫ് എന്ന തരത്തിൽ മാത്രമായിരുന്നു കെഎസ്ആർടിസി ഉദ്ദേശിച്ചിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ ബസ്സുകൾ അലോട്ട് ചെയ്തപ്പോൾ എല്ലാ ഡിപ്പോകളിലും പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ AC ബസ്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു സാധാരണ ചടങ്ങാണ് രാഹുൽ തന്റെ ഈ പ്രതിഷേധത്തിനിടയിലെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നായി തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് MLA എന്ന നിലയിൽ പങ്കെടുത്ത് മണ്ഡലത്തിൽ സജീവമാകുന്നു എന്നുള്ളതാണ്. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാകുമായിരുന്ന ഒരു ചടങ്ങാണ് രാഹുൽ നിശബ്ദമായി വന്ന് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് സൈബർ പോരാളികളൊക്കെ നിലവിൽ ഈ വിഷയം വലിയ തോതിൽ തന്നെ ആഘോഷമാക്കി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അനുകൂലിക്കുന്ന സൈബർ പോരാളികൾ വലിയ തോതിൽ തന്നെ ഈ വിഷയം സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസിയിലെ തന്നെ പല ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ഇത് വലിയ പ്രചാരം കൊടുക്കാത്തത് കൊണ്ട് തന്നെ കെഎസ്ആർടിസിയിലെ തന്നെ CITയോ BMS പോലെയുള്ള യൂണിയൻ പ്രവർത്തകരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം ഇതിൽ വിലയിരുത്തുവാൻ. എന്താണെങ്കിലും തന്റെ ഔദ്യോഗികമായിട്ട് MLA എന്ന നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും ഭീഷണികൾക്കിടയിലാണ് രാഹുൽ നിശബ്ദമായി വന്ന് ആദ്യത്തെ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അത് തന്നെയാണ് ഈ വിവാദങ്ങളും ഒപ്പം ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും ഒന്നും വെല്ലുവിളി തന്നെ അങ്ങനെ ബാധിക്കില്ല എന്നുകൂടി വെളിപ്പെടുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ശ്രമം കൂടി ഈ പരിപാടിക്ക് രഹസ്യമായി എത്തിയതിൽ ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് MLAയുടെ തീരുമാനമെന്ന് മനസ്സിലാക്കാം. നന്ദി. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.
അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർകോട് കുമ്പള സ്കൂളിൽ വീണ്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-നാണ് മൈം അവതരിപ്പിക്കുക. നിർത്തിവെച്ച കലോത്സവം ഇന്ന് പുനരാരംഭിക്കും. ആരോപണ വിധേയരായ 2 അധ്യാപകരെ മാറ്റി നിർത്തും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് തടഞ്ഞത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സമകാലിക വിഷയങ്ങളൊക്കെ പലതരത്തിലും ഇങ്ങനെ മൈമിലൂടെയും മിമിക്രിയിലൂടെയും ഒക്കെ മോണാക്ടിലൂടെയും ഒക്കെ കുട്ടികൾ അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ തന്നെ ഇതിനെ കണ്ടാൽ മതിയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിഷയമാക്കിയത്? ഒപ്പം BJP വലിയ തരത്തിൽ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇന്ന് പ്രതിഷേധം അടക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ ഭവ്യ, ഞാനിപ്പോൾ ഉള്ളത് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച നിർത്തിവെച്ച ആ കലോത്സവം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൈം ഷോ, അതായത് കർട്ടനിട്ട് മുടങ്ങിയ 6 മിനിറ്റോളമുള്ള ഈ മൈം ഷോ 2.5 മിനിറ്റ് ആകുമ്പോഴേക്കും കർട്ടനിട്ട് വിവാദമായ മൈം ഷോ ഇന്നും 12 മണിക്കാണ് ഇവിടെ അരങ്ങേറുന്നത്. എനിക്കൊപ്പം PT ഭാരവാഹികളാണ് ആദ്യം ചേരുന്നത്. നമുക്ക് ആ കുട്ടികളിലേക്ക് കൂടി പോകാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആദ്യം PT ഭാരവാഹികളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച മുടങ്ങിയ കലോത്സവം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇപ്പോൾ നടപടി? വെള്ളിയാഴ്ച ചില അനിഷ്ട സംഭവങ്ങളിലൂടെ മാറ്റിവെച്ച ആ ഒരു കലോത്സവം ഇന്ന് നടത്തുകയാണ്. അപ്പോൾ ആ ഒഴിവാക്കപ്പെട്ടിരുന്ന എല്ലാ പരിപാടികളും ഇന്നത്തെ കലോത്സവത്തിൽ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കും. ഈ മൈം ഷോ ഇന്ന് വീണ്ടും അവതരിപ്പിക്കല്ലേ? അത് എത്ര മണിക്കാണ് അവതരിപ്പിക്കുന്നത്? മെയിൻ ഷോ ടൈം ഷെഡ്യൂൾഡാണ്. ടൈം ഷെഡ്യൂൾഡിൽ 12 മണിക്കാണ് മെയിൻ ഷോയുടെ സമയം. ഉച്ചക്ക് 12 മണിയാണ്. ഇപ്പോൾ വലിയ എതിർപ്പുകൾ ഒരു ഭാഗത്ത് BJPയുടെ ഭാഗത്ത് ഇപ്പോൾ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് PTA ഈ സ്കൂളിന്റെ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ഈ കമ്മിറ്റിയിലും മറ്റുമെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. കാരണം സ്കൂളിന്റെ നന്മയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്കൂളിന്റെ നിലനിൽപ്പാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കവും ഉള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂള് നിലനിന്ന് പോകണം, സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാവാൻ പാടില്ല എന്നുള്ള അവരുടെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇന്ന് കലോത്സവം നടക്കുന്നതും അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ പേരുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അത് പൊതുസമൂഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മന്ത്രി നേരിട്ട് ഇടപെട്ടൊരു വിഷയമാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. ആ കർട്ടനിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. സ്കൂളിൽ ചില അധ്യാപകർക്ക് ചില വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ പറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണല്ലോ ക്യാൻസൽ ചെയ്ത കലോത്സവം വീണ്ടും ഇവിടെ അവതരിപ്പിക്കും. ഞങ്ങൾ ആദ്യ തീരുമാനമെടുത്തു. ബഹുമാന്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൽ സന്ദർഭോചിതമായും ഇടപെടുകയും ഇതിന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പലസ്തീൻ ഐക്യദാർഢ്യ മൈം ഷോന് പൂർണ്ണ പിന്തുണ അതിന് പിന്തുണയാണ്. കാരണം അത് നമ്മൾ ഒരു മാനുഷികമായി കാണുന്ന ഒരു വിഷയമാണ്. അത് അതാത് കാലങ്ങളിൽ വരുന്ന വിഷയങ്ങളെ ഇതുപോലുള്ള മെയിമിലൂടെ അതുപോലെ തന്നെ മറ്റുള്ള ടേബിളോ മറ്റുള്ള വിഷയങ്ങളിലൂടെയൊക്കെ കലോത്സവ വേദികളിലൊക്കെ കുട്ടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇതിന് മാത്രം എന്താണ് ഒരു വിവാദം? ഇതിന് വിവാദമാക്കേണ്ട വിഷയമില്ലല്ലോ. കാരണം ഇതുപോലുള്ള ഹിരോഷിമ നാഗസാക്കിയിലുള്ള അന്നത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ആ സ്റ്റേജുകളിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതിന് മാത്രം എന്താണ് വലിയ പ്രശ്നം? ഇതൊരു മുസ്ലിം പ്രശ്നമോ വർഗീയ പ്രശ്നമോ അല്ല. ഇത് മാനുഷികമായ മാനവികത ലോകത്തെ മൊത്തം രാജ്യങ്ങൾ 90% രാജ്യങ്ങളും ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിലും അതുപോലെ തന്നെ അവർക്കുള്ള ഐക്യദാർഢ്യത്തിലുമാണ്. ഇവിടെ മതത്തിന്റെയോ വർഗീയതയുടെയോ ഒരു വേർതിരിവ് ഇതിൽ കാണേണ്ട ആവശ്യമില്ല. മദർ PTA പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ അഭിപ്രായം എടുത്തതിനു ശേഷം ഭവ്യ നമുക്ക് ആ സ്റ്റേജിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മൈം ഷോ വീണ്ടും തുടങ്ങിയാണ്. ഇതിന് മദർ PTA അതായത് PTA ഉൾപ്പെടെ പിന്തുണയുണ്ട്. പിന്തുണ എന്ന് പറഞ്ഞാല് കുട്ടികളെ പരിപാടിയല്ലേ, അതിനായിട്ട് നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേങ്കിൽ കുട്ടികൾ മൈമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച വന്നിട്ടില്ല. ഈ മൈം ഷോ നിയമപരമായി തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം മെനിയാന്ന് നടന്നതിന്റെ സത്യാവസ്ഥ നമ്മൾ ആരും കണ്ടതല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പോഴും നമ്മൾ എന്താണ് സംഭവിച്ചത് വെള്ളിയാഴ്ച എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കർട്ടൻ താത്തിയത് എന്നുള്ളതും അറിയില്ല.
അപ്പൊ പക്ഷെ ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ അന്ന് ആ പരിപാടി നടന്ന് ക്യാൻസലായി എന്ന് ഗ്രൂപ്പിലേക്ക് വോയിസ് വരുന്ന സമയത്ത് ഞാനാണ് ഇവിടെ ആദ്യം എത്തിയത്. ആ സ്പോട്ടിൽ തന്നെ എത്തുന്ന സമയത്ത് ഞാൻ അറിഞ്ഞ അവിടെ ഭൂരിഭാഗം ടീച്ചേഴ്സും പരിപാടി നടത്തണം എന്നാണ് പറഞ്ഞത്. നാളെ നമുക്ക് നടത്തിക്കൂടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് ടീച്ചേഴ്സ് അവിടുന്ന് ഇതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യാവസ്ഥയാണ്. ചിലപ്പോൾ അതിന്റെ ഒരു പ്രഷറിലായിരിക്കാം കർട്ടൻ താത്തിയിട്ടുണ്ടാവും. ഈ കർട്ടൻ താത്തവർക്കെതിരെ ഏതെങ്കിലും തരത്തില് നടപടി ഉണ്ടാകുമോ? എന്താണ് അതില് PTA ഒരു തീരുമാനം? നടപടി അവര് നിരപരാധിയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോ നിരപരാധിയാണെന്ന് നമുക്കറിയില്ലല്ലോ. അവർ നിരപരാധി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ അന്ന് ആ സ്പോട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം പോലും ഈ കർട്ടൻ താത്തി എന്ന് പറഞ്ഞ 2 അധ്യാപകർ സംസാരിച്ചത് പിന്നെ നാളെ പരിപാടി നടത്തണം. പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശമുള്ളവർ ഒരു കാരണവശാലും ആ കർട്ടൻ താത്തു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അറിയാത്തത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാനും പറ്റില്ല. ഈ അഷ്റഫ് കർലയെ കൂടെ ഒരു നാട്ടുകാരനാണ്, ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ്. അഷ്റഫ് കർല, ഇപ്പോൾ ഒരു മൈം ഷോ ആണിത്. ഇത് ഏതെങ്കിലും തരത്തിൽ ശബ്ദം ഇല്ലാതെ മൂകാഭിനയമാണ്. ഇപ്പോൾ ഇത് വലിയ തോതിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. എത്രത്തോളം വേണമായിരുന്നു? അങ്ങനെയല്ല, ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണ് കുമ്പള സ്കൂൾ. കാലാകാലങ്ങളായി നല്ല രീതിയിലൂടെ കായിക രംഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. സബ് ജില്ലാ, ജില്ലാ തലങ്ങൾ, സംസ്ഥാന തലങ്ങളിലൊക്കെ ഈ സ്കൂളിൽ നിന്ന് പോയ കുട്ടികളൊക്കെ സമ്മാനങ്ങളൊക്കെ നേടി വരാറുണ്ട്. അപ്പം അതിനിടയിൽ ഈ സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോകത്താകമാനമുള്ള ഒരു പ്രശ്നമാണ്. എല്ലാ രാജ്യങ്ങളും അതിനെ മാനുഷിക പരിഗണനയോടുകൂടി കാണുന്നുണ്ട്. പലസ്തീൻ്റെ വിഷയം എന്ന് പറയുന്നത് അത് അതിനോട് അനുകമ്പ കാണിച്ചാലോ അതല്ലെങ്കിൽ അതിനോടൊരു തത്വത്തിലൊരു യോജിപ്പ് നടത്തിയാലൊന്നും അതൊരു വലിയ പ്രശ്നമാകേണ്ട കാര്യമല്ല. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ ഉന്നത ഉദ്യോഗസ്ഥന്മാരും PTA-യും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ തീരുമാനം, ആ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും സ്കൂളിന്റെ മുന്നോട്ടുള്ളവരാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്നു. ഭവ്യ, നമുക്കിപ്പോ ആ സ്കൂളിലേക്ക് കൂടി പോയാൽ ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടത് ഇതാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ PTA-ക്ക് വ്യക്തതയില്ല, സ്കൂൾ അധികൃതർക്ക് വ്യക്തതയില്ല. ഏതായാലും ആ പരിപാടി നടക്കുന്നതിനിടയിൽ കർട്ടൻ ഇടുന്നു, ആ പരിപാടി നിർത്തിവെക്കുന്നു. പിന്നീട് വലിയ വിവാദം, നമ്മൾ ഉൾപ്പെടെ ഇത് വാർത്ത നൽകിയപ്പോൾ വലിയ വിവാദമാകുന്നു. പിന്നീട് മന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു. ആർക്കാണ് ഇത്തരത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാൻ കഴിയുക എന്ന് മന്ത്രി ചോദിക്കുന്നു. പിന്നീട് മന്ത്രിയുടെ തീരുമാനപ്രകാരമാണ് ഈ കലോത്സവം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്ന ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കലോത്സവത്തിന് ഇവിടെ ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 12 മണിക്ക് ഇതേ മൈം ഷോ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേ വേദിയിൽ അരങ്ങേറും. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് PTA അതുപോലെ ഉൾപ്പെടെ ഐക്യകണ്ഠമായി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും BJP-യുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം വന്നിട്ടുള്ളത്. പ്രതിഷേധ മാർച്ചുണ്ട്. ഇവിടെ വലിയ സംഘർഷാവസ്ഥ സ്കൂളിലുള്ളത്. അത് തടയാൻ പോലീസ് കൂടുതൽ ജാഗ്രത, കൂടുതൽ വേദിയിലാണ് കുട്ടികളൊക്കെ ഈ കലോത്സവം വീണ്ടും ആരംഭിക്കുന്നതിൽ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ഈ മൈം ഷോ നിങ്ങൾ കണ്ടിരുന്നോ? ആ സമയത്തുണ്ടായിരുന്നില്ലേ? ഇല്ല. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? മൈം ഷോ നിങ്ങൾ കണ്ടിരുന്നോ? എന്താണ്? ഇല്ല, ഞങ്ങൾ പോയിനി. ഈ കലോത്സവം നിർത്തിവെച്ചപ്പോ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഇത് കലോത്സവം വീണ്ടും ആരംഭിക്കാണ്. എങ്ങനെ കാണുന്നു? സന്തോഷമാണ്. അത് കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം അവർ 2 ദിവസത്തെ കലോത്സവം, വെള്ളിയാഴ്ചയാണ് ഈ കലോത്സവം തുടങ്ങിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഈ മൈം ഷോ ഇവിടെ അവതരിപ്പിച്ചത്. ആ വേളയിലാണ് ഒരു 2 മിനിറ്റ് മാത്രം ഈ മൈം ഷോ ആരംഭിച്ച് 2 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ കർട്ടൻ താഴ്ത്തി പിന്നീട് കലോത്സവം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ കലോത്സവം പുനരാരംഭിക്കുക, ഈ മൈം ഷോ തടസ്സപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കുക, ഇതായിരുന്നു പ്രധാനമായും MSF-ഉം KSU-യും SFI-യും ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ മന്ത്രി ആ ഇവരുടെ വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ മൈം ഷോ വീണ്ടും ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ മൈം ഷോ അവതരിപ്പിച്ച കുട്ടികളെ കൂടി കാണേണ്ടതുണ്ട്. അവരെ കൂടി പ്രേക്ഷകരിലേക്ക്
അല്പസമയത്തിനകം അതുകൂടെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർഗോഡ് കുമ്പള സ്കൂളിൽ വീണ്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-നാണ് മൈം അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിർത്തിവെച്ച കലോത്സവം ഇന്ന് അവിടെ പുനരാരംഭിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ വലിയ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവരുടെ സ്കൂളിലെ പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കലോത്സവം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന മൈമാണ് അധ്യാപകൻ ഇടയ്ക്ക് കയറി കർട്ടനിട്ടത് അവസാനിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ആ സ്കൂളിലെ തന്നെ നമ്മളിപ്പോൾ ബൈജു അവിടുത്തെ ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ തന്നെ PTA-ക്ക് പോലും കൃത്യമായി ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല, പലരും അത് കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വിഷയം വലിയ തരത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ആരോപണ വിധേയരായ 2 അധ്യാപകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തുന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം വളരെ വേഗം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, നമ്മളേറെ ഹൃദയം വേദനിപ്പിച്ചൊരു വാർത്തയാണിത്. എന്തായാലും 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ, അങ്ങനെ വെറും 2 ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതിൽ അവസാനിക്കുന്നൊരു സംഭവമാണോ ഇത്? വയസ്സുകാരിയായ വിനോദിനിയുടെ പ്രദർശന സംഘടനയുടെ കൈ മുറിച്ചു മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കുട്ടിയുടെ ചികിത്സയിൽ പിഴവുണ്ടെന്ന കുടുംബം ആരോപിച്ചിരുന്നു. സെപ്റ്റംബർ 24-ാം തീയതിയാണ് കുട്ടിയെ പാലക്കാട് ചികിത്സയ്ക്ക് എത്തിച്ചത്. 24, 25 തീയതിയിൽ കുട്ടിയെ എത്തിച്ചു എന്നായിരുന്നു മെഡിക്കൽ രേഖകൾ. ഈ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. പക്ഷേ ആ മുറിവ് ആദ്യഘട്ടത്തിൽ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നതാണ് ഈ ഒരു ചികിത്സയുടെ പിഴവിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം KGMOയെ പറയുന്നത് അങ്ങനെയല്ല, ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, രക്തം കട്ടപിടിക്കുന്ന അപൂർവം മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അത് കണ്ടെത്തിയപ്പോൾ തന്നെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയച്ചു വിദഗ്ധ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ KGMOയെ ഡോക്ടർമാരെ ന്യായീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ കൈ പരിശോധിച്ചതിൽ ചികിത്സ നൽകിയതിൽ പിഴവുണ്ട് എന്ന പ്രഥമദൃഷ്ടിയ വീഴ്ച വന്നുവെന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ 2 ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്ത് വിഷയം ഒതുക്കി തീർക്കാൻ ാണെന്ന ആരോപണം ഉയരുന്നത്. കാരണം ജൂനിയർ ഡോക്ടർമാർക്കാണ് നടപടി എന്നതുകൊണ്ട് തന്നെ അറിയാം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുണ്ടായ കൂലിത്തർക്കത്തിൽ സംരംഭകനും ബന്ധുവിനും മർദ്ദനമേറ്റതായി പരാതി. നേമം സ്വദേശി ഹാഷിമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. സ്പെഷ്യൽ സോൺ ആയിരുന്നിട്ടും ദുരനുഭവമുണ്ടായതിൽ കൂട്ടമായി പ്രതിഷേധിക്കുകയാണ് ഈ സംരംഭകർ. ഇന്ന് സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് സംരംഭകരുടെ പ്രതിഷേധം. SRന്റെ റിപ്പോർട്ടിലേക്ക്. നേമം സ്വദേശി നടത്തുന്ന വേണാട് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനെയും ബന്ധുവിനെയുമാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കയറ്റിറക്ക് തൊഴിലാളികൾ മർദ്ദിച്ചത്. പഴയ പ്ലാസ്റ്റിക് കസേരകൾ പുനരുപയോഗത്തിനായി പൊടിച്ച് നിർമ്മാണ കമ്പനികൾക്ക് വിതരണം നടത്തുന്ന സ്ഥാപനമാണ് വേണാട് പോളിമേഴ്സ്. കയറ്റിറക്ക് തൊഴിലാളികളുമായി കൂലിത്തർക്കം നിലനിൽക്കുന്നതിനാൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്നും ലോഡ് കയറ്റി അയക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അടിയന്തരമായി അയക്കേണ്ട ലോഡ് ജീവനക്കാർ തന്നെ ലോറിയിലേക്ക് കയറ്റിയത് ചോദ്യം ചെയ്തായിരുന്നു ലോറി ഡ്രൈവറെയും ഉടമയുടെ പിതാവിന്റെ അനുജനെയും തൊഴിലാളികൾ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഇന്ന് പണിമുടക്കുന്നത്. എൻ്റെ യൂണിറ്റിലെ സ്റ്റാഫുകൾ ലോഡ് കയറ്റി ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴത്തേക്ക് ഒരു 3-4 പേര് വരികയും ഡ്രൈവറിനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. എൻ്റെ യൂണിറ്റ് ഇൻചാർജ് എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. തടയാൻ ചെന്ന പുള്ളിയെയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചുമട്ടുതൊഴിലാളികൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കമ്പനികളുടെ സുഗമമായ നടത്തിപ്പിന് തന്നെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. കൂലി വർധനവ് ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നതിന് പകരം സംരംഭകരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനവും ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഇത് ചർച്ച ചെയ്യാമല്ലോ. കയറ്റിയെടുക്കുമ്പോൾ പൈസ അവിടെയല്ലേ അടയ്ക്കുന്നത്, ബോർഡിലെ പിഴപ്പലിശ ഉൾപ്പെടെ അടയ്ക്കാമല്ലോ. അത് നിലനിൽക്കുമ്പോൾ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ചട്ടങ്ങൾക്ക് തൊഴിലാളി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സംഭവത്തിൽ ഹാഷിം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ സംരംഭകർക്ക് എല്ലാവിധ പിന്തുണയും നൽകി മുന്നോട്ട് പോകുമ്പോഴാണ്
ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംരംഭകനായ ഹാഷിം തന്നെ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷിം, എങ്ങനെയാണ് ഈ കൂലി തർക്കത്തിന്റെ തുടക്കം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഒരു 1.5 വർഷം അടഞ്ഞിടുന്ന കമ്പനി ഒരു 6-7 മാസം മുമ്പാണ് തുറന്ന് പ്രവർത്തിച്ചത്. ഈ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ യൂണിയൻകാരുമായിട്ട് സംസാരിച്ച് ഒരു ടണ്ണിന് 350 രൂപ എന്നുള്ള നിരക്കില് കൂലി നിശ്ചയിച്ചിട്ടാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 10-20 ദിവസം വരെയും വളരെ സ്മൂത്ത് ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഒരു 10 ദിവസം മുമ്പ് ഇവർക്ക് ഒരു 22% വർധനവ് വേണമെന്ന് പറഞ്ഞു നിരന്തരം ഞങ്ങൾ പ്രഷറൈസ് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പലതവണ അറിയിച്ചു. അങ്ങനെ ശനിയാഴ്ച ഒരു ലോഡ് കയറ്റാനായിട്ട് വന്നു ഞങ്ങളുടെ യൂണിറ്റിലെ ഇൻചാർജ് യൂണിയൻകാരെ നേരിട്ട് പോയി കണ്ട് ലോഡ് കയറ്റാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം അവര് ഒരു ഉച്ചവരെ ആയിട്ടും അവർ വരാത്തത് കൊണ്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറിയെ വിളിച്ച് വിവരം പറഞ്ഞു. അവിടെ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സെക്രട്ടറിയെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു. പുള്ളി അവരുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വരുമെന്നാണ് എന്നെ ആദ്യം അറിയിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിയും വിളിച്ച് പറയുകയാണ് അവർക്ക് വരാൻ കഴിയില്ല. അവർക്ക് ലേബർ ബോർഡിൽ നിന്നും നിർദ്ദേശം ഉണ്ടായി. അതായത് അവര് കൂലി വർധനവില്ലാതെ ലോഡ് കയറ്റണ്ട, യൂണിറ്റുകാരെ കൊണ്ട് കയറ്റിക്കുകയും വേണ്ട എന്ന് ലേബർ ബോർഡിൽ നിന്നും അറിയിച്ചതായിട്ട് യൂണിയൻകാര് സെക്രട്ടറിയെ അറിയിച്ചു. അതായത് ഈ കൂലി സംബന്ധിച്ച് നിങ്ങൾ തുടക്കത്തിൽ ഒരു ധാരണയിൽ എത്തിയതായിരുന്നു അല്ലേ? അതെ. യൂണിറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂലി സംബന്ധിച്ച് ഒരു ധാരണയിലെത്തി. അത് ഏകദേശം ഒരു 10-15 ദിവസം മുന്നേക്ക് വരയ്ക്കും കറക്റ്റായിട്ട് പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഇവര് ഡ്രൈവറിനോട് ലോഡ് കയറ്റാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഡ്രൈവറിനെ വന്ന് ചില യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ലോഡ് കയറ്റാൻ അർജന്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 7 മണിയോട് കൂടി ലോഡ് കയറ്റാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു. യൂണിറ്റ് ഇൻചാർജ് എന്റെ അടുത്ത ബന്ധുവാണ്, പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി വിവരം അറിയിച്ചനുസരിച്ച് ഞാൻ പെട്ടെന്ന് വന്നപ്പോ അവിടെ യൂണിയൻകാരുമായിട്ടുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിന്റെ ഷർട്ടൊക്കെ വലിച്ചു പറഞ്ഞ് മുഖമൊക്കെ അടികൊണ്ട് നീര് വന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ഉടനെ തന്നെ പുള്ളിയെ കൊണ്ട് ഹോസ്പിറ്റലിലും നിയമ സ്റ്റേഷനിലും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് അസോസിയേഷനെ പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കാമെന്ന് പോലീസ് ഉറപ്പ് വന്നിട്ടുണ്ട്. ഈ യൂണിയൻകാരുമായി സംസാരിച്ചിരുന്നു എപ്പോഴാ? അതിനുശേഷം യൂണിയൻകാരുമായി ഈ സംഭവത്തിന് ശേഷം സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഈ ഒരു 15 ദിവസം കൊണ്ട് ഈ ചെറിയൊരു തർക്കം നിൽക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ പൂൾ ലീഡറിനെയും കൺവീനറിനെയും പലതവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എനിക്കൊരു തീരുമാനം അവരെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം പോലും അവരെന്നെ അറിയിച്ചിട്ടില്ല. സെക്രട്ടറി ശനിയാഴ്ച വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കാം, നിങ്ങൾ ആദ്യം ലോഡ് കയറ്റി വിടുമെന്ന് പുള്ളി അഭ്യർത്ഥിച്ചിട്ടും അതവര് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശരി, തുടരുക ഹാഷിം. ഇപ്പോൾ അസോസിയേഷൻ നേതാവായിട്ടുള്ള അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഈ തുടക്കത്തിൽ തന്നെ ശ്രീ ഹാഷിം പറയുന്നത് ഒരു കൂലി നിശ്ചയിച്ചിരുന്നു, പിന്നെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇത് കുറെ ദിവസം കൊണ്ട് ഇവിടുത്തെ ചെമ്മട്ട തൊഴിലാളികൾ വ്യവസായ യൂണിറ്റുകളിൽ കയറി നിരന്തരം അവരുടെ തോന്നിയ കൂലി ചർച്ച നടത്തിയതിനു ശേഷം അവര് വരുന്ന ലോഡുകൾക്ക് അവരുടെ കുത്തിമതിപ്പിൽ റേറ്റ് ചോദിക്കുകയും അത് വിളിച്ചു നിർത്തി അവര് പല പ്രാവശ്യവും ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂലി കുറച്ചു കൊടുക്കുകയും നടന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. കൂലി വർധനവ് നടത്തിയതിനു ശേഷവും പല പ്രാവശ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്മട്ട തൊഴിലാളി ക്ഷേമ ബോർഡ് വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. രണ്ടാമത് ഈ പൂൾ ലീഡറാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട. ആ പൂൾ ലീഡർ വിളിച്ച് ഈ വിഷയത്തിൽ ഞാൻ അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാം, ഇപ്പം നിയമം അനുസരിച്ച് വണ്ടിയെ തടസ്സപ്പെടുത്തരുത്, ലോഡ് കയറ്റി വിടുക എന്നാവശ്യപ്പെട്ടപ്പോൾ അവര് കൂടി ആലോചിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വിളിച്ചിട്ടില്ല. 7 മണിയായിട്ടും ഇവർ വരുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ വണ്ടിയെ നിർത്താൻ കഴിയില്ലല്ലോ എന്ന് ഞങ്ങൾ ലോഡ് കയറ്റാൻ നിർബന്ധിതരായത്. ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ സോണായിട്ട് സ്ഥാപനം ഉണ്ടായിട്ടും നമുക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മറ്റ് നമ്മുടെ ഈ പ്രദേശത്തുള്ള വേളി, കിൻഫ്ര, മൺവിള 3 എസ്റ്റേറ്റുകളിലും ഈ ചെമ്മട്ട തൊഴിലാളി പരിധിയിൽ വരുന്നില്ല. ഇവിടെ മാത്രം ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും തന്നെ അത് വലിയ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊരു വ്യക്തമാണ്. വളരെ നന്ദി. ശ്രീ അനിലാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താമുറിയുടെ വേളയ്ക്ക് ശേഷം
നമ്മൾ നേരെ കാസർഗോഡേക്ക് വീണ്ടും പോവുകയാണ്. അധ്യാപകൻ തട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർഗോഡ് കുമ്പള സ്കൂളിൽ വീണ്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് മൈം അവതരിപ്പിക്കുക. നിർത്തിവെച്ച കലോത്സവം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. കെ.വി. ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മൈം അവതരിപ്പിക്കുന്ന കുട്ടികൾ ബൈജുവിനൊപ്പം ഉണ്ട് എന്നാണ്. ഭവ്യ, ആ കുട്ടികൾ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ 7 കുട്ടികൾ, അതായത് പൂർത്തിയാക്കാൻ കഴിയാത്ത മൈമ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് 2.5 മിനിറ്റ് മാത്രം 6 മിനിറ്റുള്ള മൈമ് 2.5 മിനിറ്റ് മാത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നീട് വലിയ പ്രതിഷേധത്തിലായിരുന്നു കുട്ടികൾ. അതുപോലെ തന്നെ വിവിധ SFI, MSF ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധത്തിലായിരുന്നു. ഏതായാലും നമ്മളോടൊപ്പം ആ കുട്ടികൾ തന്നെ ചേരുന്നു. 12 മണിക്കാണ് അവർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. 12 മണിക്ക് അവർക്ക് വീണ്ടും ആ മൈം അവതരിപ്പിക്കാൻ കഴിയുന്നു. നമ്മൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇത് വാർത്തയാക്കുന്നു, മന്ത്രി ഇടപെടുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഈ അവസരം ലഭിക്കുന്നത്. ഏതായാലും നമുക്ക് ആ കുട്ടികളിലേക്ക് തന്നെ ആദ്യം പോകാം. നമുക്ക് വീണ്ടും ഈ മൈം അവതരിപ്പിക്കണമെന്നായിരുന്നു നിങ്ങൾ വലിയ തോതിൽ ആവശ്യം ഉന്നയിച്ചത്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടു. ശിവൻ കുട്ടി സാറ് ആയാലും എല്ലാവരും കണ്ടു. ഇതിന് അവസരം തന്നു, അതിന് നന്ദി പറയുന്നു. പിന്നെ PT അംഗങ്ങളായാലും എല്ലാവരും. എത്ര കുട്ടികളായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? എത്ര മിനിറ്റാണ് ഈ മൈം ഷോ ഉണ്ടായിരുന്നത്? എത്ര മിനിറ്റിലാണ് ഇത് തടസ്സപ്പെട്ടത്? 10 മിനിറ്റിന്റെ മയമായിരുന്നു ആദ്യം. അത് ഇപ്പോൾ റൂൾസിനെതിരാന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിനാണ് ചെയ്യുന്നത്. പിന്നെ അതുമല്ലാതെ 10 കുട്ടികൾ ഉണ്ടായിരുന്നു, അതും ചുരുക്കി 7 കുട്ടികളാക്കിയിട്ടുണ്ട്. റൂൾസ് എല്ലാം പാലിച്ചാണ് കളിക്കാൻ തീരുമാനം. ഈ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ ഈ വേറെ കലോത്സവ മാനുവലിൽ പെടാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുന്നത്? എന്താണ് അതിൽ? ഇല്ല, അത് പുറത്തുനിന്നാണ് ഉണ്ടായത്. ഫ്ലാഗ് ഇതൊക്കെ നമ്മളെ ഇതിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ആ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വെച്ചാല് അവര് ഉടനെ ഇത് കർട്ടൻ താത്തുകയാണ് ചെയ്തത്. അതിനിടയിൽ കുട്ടികൾ താഴ്ന്ന പ്രതിഷേധിക്കുന്ന രീതിയിൽ ഫ്ലാഗ് ഒക്കെ ഉയർത്തി പ്രശ്നമുണ്ടായി. എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നു? എങ്ങനെ? എന്താണ് സന്തോഷം. എന്താണ് ഇതൊരു പ്രമേയം? എന്താണ് വലിയ വിവാദമായിരിക്കുന്നു? അതൊരു മൂകാഭിനയമാണ്. ഏതെങ്കിലും തരത്തിൽ ശബ്ദമില്ല, അത്തരത്തിലൊരു 6 മിനിറ്റോ 10 മിനിറ്റോ ഒതുങ്ങേണ്ട ഒരു സംഭവം ലോകം മുഴുവൻ നിങ്ങളെ അറിയപ്പെട്ടിരിക്കുന്നു. എങ്ങനെ കാണുന്നു? സന്തോഷം. നമ്മൾ അറിയാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷെ ഇതിങ്ങനെല്ലായി. സന്തോഷം. എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രമേയം? എന്തായിരുന്നു ഈ പാലസ്തീൻ ഐക്യദാർഢ്യം? ഏത് രീതിയിലാണ് നിങ്ങൾ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? നമ്മള് അവർക്ക് വേണ്ടിയിട്ട് കളിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ ഇങ്ങനെയല്ല അറിയാം. നമ്മൾ ഉദ്ദേശം വാർ സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു കണ്ടന്റ് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. ഇത്രയും വലിയൊരു വിവാദമാവുന്നൊക്കെ വിചാരിച്ചിട്ടേയില്ല. ഇതൊരു വലിയ പ്രശ്നമായി മാറി. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി പറയുന്നു. എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും അവതരിപ്പിക്കാൻ അവസരം തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ അതന്നെ വാർ സ്റ്റോപ്പ് ചെയ്യുക, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാതിരിക്കുക, ഇത് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട്. അല്ലാതെ ഒരു കൺട്രി മാത്രമായിട്ടല്ല. ഇങ്ങനെ ഒരു പ്രമേയം എടുക്കാനിടയായ സാഹചര്യം അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ട് നമ്മൾ എടുത്തതാണ്. പിന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടായി. ആ ഫ്ലാഗൊക്കെ എവിടെ നിന്ന് വന്നു, പൊട്ടി മുളച്ച് വന്നതാണോ? നമ്മൾ പകുതി കളിച്ച് കർട്ടൻ ഇട്ടതുകൊണ്ടാണ് നമ്മളവിടെ ഫ്ലാഗ് ഇതാക്കിയത്. പിന്നെ അതായത് പുറത്തു നിന്നുള്ള ആൾക്കാർ ഈ ഇത് പരിപാടി തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധം ഉണ്ടാക്കിയതാണ് ആ ഫ്ലാഗ് വന്നതെന്ന് പറയുന്നത്. ആ ഫ്ലാഗ് വന്നത്. പിന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് വെൽഗാമിന്റെ അത് ചെയ്യാൻ ഇത് ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിന് നമ്മൾ ഇത് ചെയ്തതാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു? സന്തോഷമുണ്ട്. ഇതിന് ഇടപെട്ട പാർട്ടിക്കാർക്കൊക്കെ നന്ദി പറയുന്നു. നിങ്ങൾ എത്ര കുട്ടികളാണ് ഇപ്പോൾ പരിപാടി ഇന്ന് 12 മണിക്ക് അവതരിപ്പിക്കുന്നത്? നമുക്കിപ്പോൾ ഏതായാലും നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീണ്ടും നമുക്കിവിടെ ഒന്ന് കാണിക്കാനുള്ള ഒരു നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എത്ര പേരാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്? അതേ തീം ഉപയോഗിച്ചാണോ ഇപ്പോൾ വീണ്ടും മത്സരം പങ്കെടുക്കുന്നത്? നമ്മൾ ഫസ്റ്റ് 10 പേര് വേറൊരു 10 പേരുള്ളതുകൊണ്ട് ആരും റൂൾസ് ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു. ഇന്നലെ ഒരു 2-3:30 മണിയാകുമ്പോഴാണ് റൂൾസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ 3 ആളെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. തീം തന്നെ കുറച്ച് മാറ്റേണ്ടി വന്നു. പിന്നെ 10 മിനിറ്റ് ഉണ്ടായത് 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അതും നമുക്ക് കുറച്ച് ചുരുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ സന്തോഷമുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പുറത്തെ. ഇതാരാണ് നിങ്ങളെ പരിശീലകൻ? ആരാണ് പരിശീലകൻ? എല്ലാവരും. ഈ ഭവ്യ കുട്ടികൾ തന്നെ പരിശീലിച്ചത് അങ്ങനെയാണ് ഈ ഒരു മൈം ഷോ ഇവർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. പിള്ള മനസ്സിൽ കളങ്കമില്ല എന്നൊക്കെ നമ്മൾ പറയില്ല. അത്തരത്തിൽ ഈ കുട്ടികൾ വളരെ നിഷ്കളങ്കമായി ചെയ്ത ഒരു മൈം ഷോ ആണ്. മാത്രമല്ല പുറത്തു നിന്നും ഈ മൈം ഷോ തടസ്സപ്പെടുത്തിയപ്പോൾ
പുറത്തു നിന്നും വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. അതാണ് പിന്നീട് ചിത്രീകരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിത്രീകരിക്കുന്നതാണ് ഈ കുട്ടികൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പലരോടും സംസാരിച്ചപ്പോഴും പറയുന്നത്. ഏതായാലും ഇപ്പോൾ വലിയൊരു പ്രതിഷേധം വരാൻ പോകുന്നു, BJPയുടെ പ്രതിഷേധം. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മൾ ഇത്രയൊക്കെ ആവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ അവസരം കിട്ടിയതുകൊണ്ട് നമുക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പ്രശ്നങ്ങളായി പോകാൻ ഇതില്ല. ഇപ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇത് നേരത്തെ നിങ്ങൾ മൈം ഷോ അങ്ങനെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇത്തരം ആശയങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ആദ്യമായിട്ടാണോ മൈം ഷോയിൽ പങ്കെടുക്കുന്നത്? അതെ. പിന്നെ കുറെ പേര് കർട്ടൻ താത്തിയതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ കർട്ടൻ താത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡിസ്ക്വാളിഫൈ ചെയ്യാം, മത്സരത്തിന്റെ ഇടയിൽ നിന്ന് കർട്ടൻ ഇതാക്കാൻ പാടില്ല. മത്സരം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ കർട്ടൻ താത്താൻ കാലം ഡിസ്ക്വാളിഫൈ ആക്കുന്നതിന് കംപ്ലീറ്റ് ആയ പിന്നെ ഡിസ്ക്വാളിഫൈ ആക്കാൻ പറയുന്നത് കർട്ടൻ താത്തിയത് നല്ലതാണ്. അങ്ങനെയാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത് ഒരു സംഘർഷം ഉണ്ടാകാൻ ഇടയായി, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം. അതിലെങ്ങനെ കാണുന്നു? ഇല്ല, ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ റൂൾസ് പോലെ തന്നെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പകുതിയിൽ നിന്ന് കർട്ടൻ താത്തുമ്പോൾ നമുക്ക് ഫ്ലാഗ് ഒക്കെ ഇതാക്കി. ഏതെങ്കിലും തരത്തിൽ ഇതാണ് വിഷയം. ഇങ്ങനെ നേരത്തെ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എടുത്ത് അധ്യാപകർക്ക് അറിയാവുന്നതല്ലേ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അധ്യാപകർക്ക് അറിയുന്നതാണ്. 10 പേരുണ്ടായിരുന്നു, അപ്പൊ ഒന്നും പറഞ്ഞില്ല. വേദി കയറിയിട്ടാകുമ്പോൾ പറയുന്നതാണ് 6 പേര് മതി, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇപ്പോ നമുക്ക് വീണ്ടും അവസരം കിട്ടി, അതിൽ സന്തോഷമുണ്ട്. ഭവ്യ, അതാണ് വലിയ സന്തോഷത്തിലാണ് ഈ കുട്ടികളുള്ളത്. കാരണം അവർക്ക് ഇത്തരത്തിൽ മുടങ്ങിയ ആ ഒരു മൈം ഷോ വീണ്ടും അതേ വേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നതിനെയാണ് അവർ സന്തോഷപ്പെടുന്നത്. നേരത്തെ അവർ സംസാരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ അത് വലിയ വിവാദമുണ്ടാകും. അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർഗോഡ് കുമ്പള സ്കൂളിൽ വീണ്ടും അരങ്ങേറുകയാണ്. ആ മൈം അവതരിപ്പിക്കുന്ന കുട്ടികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നതനുസരിച്ച് അതിലൊരു കുട്ടി തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു മൈമാണ്, കലാകാരന്മാരാണ് അവർ. അതിനു മുൻപ് സ്കൂളിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഒരാളുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒരു എതിർപ്പൊന്നും ഉണ്ടായില്ല. അവർക്ക് ഇതിൻ്റെ നിയമങ്ങൾ കൃത്യമായി അറിയുകയുണ്ടായിരുന്നില്ല, പക്ഷെ അതൊന്നും പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അവസാന നിമിഷമാണ് ഇത്തരത്തിലുള്ള ഈ മൈമുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു നൽകിയതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവസാന നിമിഷം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്നുമാണ് കുട്ടികൾ പറഞ്ഞത്. എന്തായാലും ഇന്ന് 12 മണിക്ക് വീണ്ടും അവർ ആ മൈം അവതരിപ്പിക്കും. നമുക്ക് ആ സമയത്ത് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. KB ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ കായിക പരിശീലനം നടത്താനാവാതെ ബുദ്ധിമുട്ടിലാണ് താരങ്ങൾ. ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ ഇറക്കിയ കല്ലും മെറ്റലും നീക്കാത്തതാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ഓണാഘോഷ നാളിൽ സ്റ്റേഡിയത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് ഗ്രൗണ്ടിൽ വലിയ പാറക്കല്ലുകളും മെറ്റലും ഇറക്കിയത്. 100 കണക്കിന് കായിക താരങ്ങൾ പരിശീലനത്തിനും പ്രഭാത നടത്തത്തിനുമായി ഉപയോഗിക്കുന്ന സ്റ്റേഡിയം ഇതോടെ നശിച്ച സ്ഥിതിയാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ രാവിലെയും വൈകിട്ടും ഇവിടെ പരിശീലനത്തിനായി എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ പരിശീലനം തടസ്സപ്പെട്ട നിലയിലാണ്. ഇപ്പം ഈ ഓണ ഫെസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ ഫുള്ളും പാറക്കല്ലും മെറ്റലും പ്ലാസ്റ്റിക് ഒക്കെ. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ സ്കൂൾസ് മാച്ചൊക്കെ വരുന്നുണ്ട്, അപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവിടെ ക്രിക്കറ്റും അവർക്കും അധികം പ്രാക്ടീസ് ഒന്നും പറ്റത്തില്ല. ഇവിടെ ഫുള്ളും പ്ലാസ്റ്റിക്കും പാറക്കല്ലായോണ്ട് ഒരു ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റത്തില്ല, നല്ല ബുദ്ധിമുട്ടാ. അടുത്ത മാസം മുതൽ സ്കൂൾ തല മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഇതിനുവേണ്ടി ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഓട്ട മത്സരങ്ങൾ, റിലേ മത്സരങ്ങൾ, കബഡി തുടങ്ങിയ ഇനങ്ങളെല്ലാം പരിശീലിച്ചിരുന്നത് ഈ ഗ്രൗണ്ടിലാണ്. പുനലൂരിൽ താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിലല്ലാതെ മറ്റു സ്കൂളുകൾക്കൊന്നും മതിയായ ഗ്രൗണ്ടുമില്ല. ഓണം ഫെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് എന്നും ഇവിടെ കളിക്കാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ വെച്ചായിരുന്നു നടക്കേണ്ടത്, അതിപ്പം ബോയ്സ് വെച്ചാണ് നടക്കുന്നത്. അന്നേരം ഇത് ഈ വലിയ പാറക്കല്ലുകൾ മാറ്റി തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓണം ഫെസ്റ്റിനായി സ്റ്റേഡിയം കരാറുകാർക്ക് വിട്ടു നൽകിയപ്പോൾ 40 ലക്ഷത്തോളം രൂപയാണ് നഗരസഭയ്ക്ക് വരുമാനമായി ലഭിച്ചത്. ഇതിന്റെ ഒരു വിഹിതമെടുത്ത് ഗ്രൗണ്ട് പുനർനിർമ്മിച്ചു നൽകുന്നതിനോ കരാറെടുത്തവരോട് ഫെസ്റ്റ് കഴിയുമ്പോൾ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി നൽകണമെന്ന് എഗ്രിമെന്റ് ഇടുന്നതിനോ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തകരാറിലായിട്ട് ദിവസങ്ങളാകുന്നു. വയോധികരായ രോഗികളെ അടക്കം റാമ്പിലൂടെ പ്രയാസപ്പെട്ടാണ് ഒപ്പമുള്ളവർ 5ാം നിലയിലേക്കും മറ്റും എത്തിക്കുന്നത്. വിഷയത്തിൽ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 5ാം നിലയിലേക്ക് രോഗിയുമായി ഒപ്പമുള്ളവർ പോകുന്ന ദൃശ്യമാണിത്. വീൽചെയറിന്റെ മുമ്പിലും പിമ്പിലുമായി ഓരോരുത്തർ പിടിക്കണം. റാമ്പിൽ നിയന്ത്രണം വിട്ടാലോ കാത്തിരിക്കുന്നത് വലിയ അപകടം.
ചികിത്സയ്ക്കെത്തുന്ന രോഗിക്കൊപ്പം 2 പേരില്ലെങ്കിൽ പ്രതിസന്ധിയാണ്. സഹായത്തിന് ആളെ തേടി മുകളിലെത്തുമ്പോഴേക്കും സമയമേറെയെടുക്കും. ആംബുലൻസിലെത്തുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മാത്രമാണ് ജീവനക്കാർ മുകൾ നിലകളിൽ എത്തിക്കുക. റാമ്പ് വഴി ഉന്തിയാണ്ടാണ് ആൾക്കാർ പോണത് രോഗികളെയും കൊണ്ട്. നമുക്ക് വഹിക്കുന്ന ആൾക്കാർക്ക് നടന്നു പോകാം. ഈ രോഗികളെയും കൊണ്ടുപോകാം, ഈ പ്രസവത്തിന്റെ രോഗികളെയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു നാളെ നന്നാവും മറ്റന്നാൾ നന്നാവും ഇങ്ങനെ പറഞ്ഞിങ്ങനെ നീക്കി വിടുകയാണ്. അപ്പോൾ അതിനൊരു മാർഗം എത്രയും പെട്ടെന്ന് കാണണം. എല്ലാവരും തള്ളിക്കൊണ്ടുപോകും. സ്ട്രെച്ചറിൽ കടത്തിയിട്ട് അങ്ങനെ ഒപ്പല്ല ആൾക്കാർ ഉന്തി കൊണ്ടുപോകും. ഓരോ ആൾക്കാരുണ്ടെങ്കിൽ ഓലും ഉണ്ടാവും. എമർജൻസി കേസ് ആംബുലൻസിൽ വരികയാണെങ്കിൽ ഓല് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഉന്തി കൊണ്ടുപോകാം. അങ്ങനെയാണ്. ഒരാൾ മുന്നിലേക്ക് വലിക്കുക, ബാക്കിലുള്ള ആൾ തള്ളി കൊടുക്കുക, അങ്ങനെ പോകണം. ലിഫ്റ്റിന്റെ അടിത്തറയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതിനാലാണ് ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ജീവനക്കാരനെത്താൻ ഇനിയും വൈകും. എപ്പോൾ തകരാർ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. പാലിയേറ്റീവ് കെയറിന് സൗജന്യമായി ലഭിച്ച ആംബുലൻസ് 5 മാസം കഴിഞ്ഞിട്ടും സർവീസ് തുടങ്ങിയില്ല. പാലക്കാട് ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ലഭിച്ച ആംബുലൻസാണ് ഓടിക്കാൻ ആളില്ലാത്തത് മൂലം ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്നത്. ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവ് കെയറിന് സൗജന്യവുമായി കിട്ടിയ പുതിയ ആംബുലൻസാണിത്. ഈ കിടപ്പ് തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒറ്റപ്പാലത്തെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് നൽകിയതാണ് ആംബുലൻസ്. 5 മാസം മുമ്പ് ഒറ്റപ്പാലത്ത് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ ആംബുലൻസ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് ഓഫീസിന് താഴെ എത്തിച്ചതാണിത്. ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ദിവസവേതനത്തിൽ ഒരു ഡ്രൈവറെ നിയമിച്ചാൽ തന്നെ കിട്ടുന്ന ഓട്ടം കൊണ്ട് ഡ്രൈവർക്ക് ശമ്പളം നൽകാൻ കഴിയുമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ഈ ആംബുലൻസ് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക്, അതുപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ട നല്ലൊരു ആംബുലൻസ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി മൂലയിൽ ഇടാനാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഈ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ശ്രീകൃഷ്ണപുരത്ത് മാത്രം 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമാവേണ്ട വാഹനമാണ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള വാഹനം സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരമാകും. ന്യൂസ് 18 പാലക്കാട്. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.